അടുത്തിടയ്ക്കായിട്ട് വളരെ ഡിമാൻഡ് കൂടിയ സാധനമാണ് ആൻറ്റി ഏജിങ്. അതായത് പ്രായം കൂടുമ്പോൾ ഉള്ള ചേഞ്ചസിനെ റിവേർട്ട് ചെയ്യുന്ന ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ്, കുറച്ചുകൂടി യൂത്ത്ഫുൾ അപ്പിയറൻസ് കിട്ടാൻ വേണ്ടി. അപ്പോൾ അതിൽ പല കാര്യങ്ങളുണ്ട്. ഏജിങ് വരുമ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? 3 ഫാക്ടേഴ്സാണ് മെയിൻലി. ഒന്ന്, കുറച്ച് സാഗിങ് ഉണ്ടാവും, സാഗ് ചെയ്യുന്നത്. രണ്ടാമത് ഡീഫ്ലേഷൻ, കുറച്ച് ചുരുങ്ങിപ്പോകുന്നത്. ആൻഡ് തേർഡ്, കുറേ ചുളിവുകൾ വരുന്നത്. അപ്പോൾ അതിനൊക്കെ ഓരോ ആളുടെ അനുസരിച്ചിട്ട്, ഓപ്ഷൻ അനുസരിച്ചിട്ടാണ്, അവർക്ക് എന്താണ് പ്രശ്നം എന്നനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ മധു നമ്മുടെ കൂടെ ഉണ്ട്. വി ഡു ദ പ്രൊസീജിയേഴ്സ് ടുഗദർ. നമ്മളൊരു ടീമാണ്. മധുവിനെ എല്ലാവർക്കും പരിചയമുണ്ട്. അപ്പോൾ ഓരോ പേഷ്യൻറ്റിൻ്റെ എന്താണ് അവരുടെ ആവശ്യം, എന്താണ് അവരുടെ കണ്ടീഷൻ എന്നനുസരിച്ചിട്ടാണ് നമ്മൾ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ആൻറ്റി ഏജിങ് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഫോർ ഈച്ച് പേഷ്യൻറ്റ്. അപ്പോൾ ഇത് 3 ഫീച്ചേഴ്സാണുള്ളത്. ഒന്ന് ഡീഫ്ലേഷൻ, അതായത് ചുരുങ്ങുക. 2 സാഗിങ്, അതായത് ഇടിയുക. ആൻഡ് തേർഡ് ഈസ് ഈ മസിലിൻ്റെ ആക്ഷൻ കാരണം അതിൻ്റെ മസിലിൻ്റെ പുറത്തിറക്കുന്ന സ്കിൻ ചുളിയുക, റിങ്ക്ലിങ്. മെയിൻലി ഫോർഹെഡ്, അല്ലെങ്കിൽ ഈ ക്രോസ് ഫീറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാരോനെറ്റ് ലൈൻസ്. ഇതൊക്കെയാണ് യൂഷ്വലി ഏജിങ്ങിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ ഈ 3 കാര്യങ്ങളെയും നമ്മൾ 3 ഡിഫറെൻറ്റ് രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത്. അല്ലാണ്ട് വൺ സൊല്യൂഷൻ ഫിറ്റ്സ് ഓൾ അങ്ങനെയല്ല. അപ്പോൾ ഓരോ ആളുടെയും ഫേസ്, ചിലർക്ക് സാഗിങ് ആയിരിക്കും കൂടുതൽ, ചിലർക്ക് ഡീഫ്ലേഷൻ ആയിരിക്കും കൂടുതൽ. അതനുസരിച്ചാണ് നമ്മൾ ടാക്കിൾ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്നത്? ഇതിൽ നമുക്ക് റിംഗ്ലിങ് ആദ്യം എടുക്കാം. യൂഷ്വലി ഏർലി ആയിട്ട് ഡീൽ ചെയ്യേണ്ടി വരും, പലപ്പോഴും റിംഗ്ലിങ് ആയിരിക്കും. അപ്പോൾ റിംഗ്ലിങ് തന്നെ ഇനിഷ്യലി വരുന്നത് അതൊരു ഡൈനാമിക്സ് സമയത്ത് മാത്രം, അതായത് ചിലപ്പോൾ മൂവ്മെൻറ്റ്സിൻ്റെ സമയത്ത് മാത്രം വരുന്നുണ്ട്. അപ്പോൾ അത് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ തന്നെ ഡീൽ ചെയ്ത് തുടങ്ങുകയാണ് നല്ലത്. അപ്പം റിംഗ്ലിങ് മെയിൻലി വരുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ അടിയിലുള്ള മസിൽസിൻ്റെ കൺട്രാക്ഷൻ. മസിൽസ് വർക്ക് ചെയ്യുമ്പോൾ വരുന്ന ആ മസിൽ കൺട്രാക്ഷൻ സ്കിന്നിലേക്ക് അതിൻ്റെ ചേഞ്ചസ് വരുന്നതാണ്. സോ ആ മസിൽസിനെ കുറച്ചൊന്ന് വീക്കാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ബോട്ടോക്സ് എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ആക്ഷൻ അല്ല. യൂഷ്വലി ബോട്ടോക്സ് ടെമ്പററി ആയിട്ട്, യൂഷ്വലി ഒരു 4 to 6 months ആയിരിക്കും അത് ആക്ട് ചെയ്യുക. അപ്പോൾ അത്രയും നാളത്തേക്ക് നമ്മുടെ മസിൽസിനെ ഒന്ന് വീക്കാക്കും. എന്ന് വിചാരിച്ചതൊരു നമ്മൾ എല്ലാ മസിൽസും വീക്കാക്കുക എന്നുള്ളതല്ല. നമ്മൾ മെയിനായിട്ട് നമ്മൾ ടാർഗറ്റഡ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബോഡിയുടെ ഫങ്ഷണൽ ലോസ് വരാത്ത രീതിയിൽ ഈ ഒരു കോസ്മെറ്റിക്കലി നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്ന ആ മസിൽസിനെ മാത്രമായിട്ട് നമ്മൾ ഏത് മസിലിന്റെ പുറത്തിറക്കുന്ന സ്കിന്നാണോ ചുരുങ്ങലുള്ളത്, അത് ആ മസിലിനെ കുറച്ച് വീക്കാക്കും. നെറ്റി മാത്രമാണ് പ്രശ്നമെങ്കിൽ നെറ്റിയിൽ കൊടുക്കുക. അല്ല, കണ്ണിൻ്റെ ഇവിടെ മാത്രമാണെങ്കിൽ ഇവിടെ മാത്രം കൊടുക്കുക. അല്ല, പലപ്പോഴും കൊടുക്കുന്ന അനാറ്റമി അറിഞ്ഞിരുന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ പ്രോബ്ലം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്ക് അൺനെസറി ഏരിയയിലോട്ടും കൂടെ ഇതിൻ്റെ ആക്ഷൻ പോകാനുള്ള ചാൻസ്. യെസ്, ലൈക്ക് മസൈറ്റർ ബോട്ടോക്സ് എന്ന് ഇവിടെ കൊടുക്കുമ്പോൾ എങ്ങനെയോ ബോട്ടോക്സ് കുറച്ച് അറിയാണ്ട് മുമ്പോട്ടാണ് കൊടുക്കുന്നതെങ്കിൽ വായനയിൽ കുറച്ച് കൂടിപ്പോകുന്ന പോലെ. അപ്പോൾ കൂടിപ്പോണെങ്കിൽ 3 മാസം 6 മാസം അതിൻ്റെ എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അനാറ്റമി പെർഫെക്റ്റ്ലി ആ മസിൽ എവിടെയാണെന്ന് അറിഞ്ഞ് അവിടെ തന്നെ കൊടുക്കുന്നതിലാണ് അതിൻ്റെ സേഫ്റ്റി ഇരിക്കുന്നത്. പിന്നെ അടുത്താണ് ഫില്ലേഴ്സ്. നമ്മൾ റിംഗ്ലിങ്ങിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞില്ല. ബേസിക്കലി ഇനീഷ്യൽ പീരീഡിൽ ഇത് കൊടുക്കാം. കുറേ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ റിങ്കിൾസ് പെർമനൻ്റ് ആയിട്ട് ഈവൻ ഒരു സ്റ്റാറ്റിക് ഫേസിലും വരുന്ന രീതിയിലോട്ട് വരാം. അതിന് മുമ്പ് തന്നെ മസിൽ കൺട്രാക്ട് ചെയ്യാണ്ട് വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ഈ ലൈൻസ് കാണുന്ന രീതിയിലേക്ക് വരാം. അതിന് മുമ്പ് തന്നെ ഡീൽ ചെയ്യാൻ നല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ലൈൻസ് ബോട്ടോക്സ് കൊണ്ട് മാത്രം ഗുണം ചെയ്യണമെന്നില്ല. ചിലപ്പം ഫാറ്റ് ഗ്രാഫ്റ്റിങ്ങോ ഫില്ലറോ വേറെ ചെറിയ ഫില്ലിങ്ങും കൂടെ വേണ്ടി വന്നേക്കും. പിന്നെ രണ്ടാമതാണ് ഫില്ലർ. ബേസിക്കലി ഡീഫ്ലേഷൻ, അത് നമ്മുടെ സ്കിന്നിൻ്റെ സബ്ക്യൂട്ടീനിയസ് ഫാറ്റ് പോയി കഴിയുമ്പോഴുള്ള ആ ഒരു ഫാറ്റ് ഇല്ലാതെ അട്രോഫിയുടെ ഭാഗം, ആ തുടുപ്പ് പോയിട്ട് ഒന്ന് ഫ്ലാറ്റ് ആവും. അതെ, മെയിനായിട്ട് നമ്മുടെ ചീക്ക് ഏരിയയിലും അവിടെയൊക്കെ ആയിരിക്കും കാണുക. ഏജ്ഡ് ആകുമ്പോൾ കാണാം എവിടെയൊക്കെയൊന്നൊരു ഫ്ലാറ്റ് ആയ പോലത്തെ ഒരു അപ്പിയറൻസ്. അപ്പം എഗെയിൻ അതിനും 2 ഇതുണ്ട്. ഇപ്പം പെട്ടെന്ന് തന്നെ ഒരു ഫങ്ഷൻ വരുന്നു, അല്ല ഒരു ഇമ്മീഡിയറ്റ് റിസൾട്ട് വേണമെന്നുള്ള രീതിയിലാണെങ്കിൽ ഫില്ലറായിരിക്കും ബെറ്റർ ചോയ്സ്. അല്ല, ഒരു ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ തന്നെ ഫാറ്റ് അബ്ഡോമിനെന്നോ അല്ലെങ്കിൽ തൈന്നോ ബട്ടക്സെന്നോ ഏതെങ്കിലും ഏരിയയിൽ നമ്മുടെ തന്നെ ഫാറ്റ് എടുത്ത് അത് പ്രോസസ്സ് ചെയ്ത് അത് ഇഞ്ചെക്ട് ചെയ്യുക എന്നുള്ളതാണ്. ബേസിക്കലി തുടുപ്പിക്കുക. ഫില്ലർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫാറ്റ് വെച്ചിട്ടോ ഷ്രിങ്ക് ചെയ്ത ഏരിയ കുറച്ചുകൂടി വീർപ്പിക്കുക. അതെ. അപ്പോൾ എന്താണ് അവിടെ നഷ്ടമായത് അത് റീഫിൽ ചെയ്യുക എന്നുള്ളതാണ്. റീപ്ലേസ് ലൈക്ക് വിത്ത് ഫാറ്റാണ് നമ്മൾ യൂഷ്വലി കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നത്. കുറച്ചുകൂടെ നാച്ചുറൽ ആയിരിക്കും. അത് യൂഷ്വലി ഇനിഷ്യലി ഒരു കുറച്ച് ഫാറ്റൊക്കെ ചിലപ്പോൾ അബ്സോർബ് ചെയ്ത് പോയേക്കാം. ബട്ട് അത് കഴിഞ്ഞ് റിമെയിൻ ചെയ്യുന്നത് ലൈഫ് ലോങ് ആയിട്ട് നിൽക്കും. അഗെയിൻ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമ്മുടെ ബോഡിയുടെ ഫാറ്റിൻ്റെ ബിഹേവിയർ അതിനുണ്ടാവുകയും ചെയ്യും. നമ്മൾ മൊത്തത്തിലൊന്ന് തടിക്കുകയാണെങ്കിൽ അവിടെ ഒന്ന് തുടിക്കുകയും ചെയ്യും. മൊത്തം മെലിയുന്നൊരു സ്റ്റേജിൽ ആ ഫാറ്റും അതിനനുസരിച്ച് തന്നെ ബിഹേവ് ചെയ്യും. നമ്മൾ ഫാറ്റ് ഇവിടെ വെച്ചതുകൊണ്ട് മാത്രം നമ്മൾ മെലിഞ്ഞാൽ ഇവിടെ ഒരു ബൾജ് പോലെ നിൽക്കില്ല. അതും അതിൻ്റെ കൂടെ മെലിഞ്ഞോളൂ. നമ്മൾ മൊത്തം തടിച്ചാൽ അതും അതിനനുസരിച്ച് തടിച്ചോളൂ.
പിന്നെ ഫില്ലർ എന്ന് പറയുന്നത് എല്ലാവർക്കൊക്കെ തന്നെ അറിയായിരിക്കും. ഒരു ഒരു 6 months to ചില ഫില്ലേഴ്സ് ഒരു മാക്സിമം 1 year വരെയൊക്കെ നിന്നേക്കാം. അതൊരു ടെമ്പററി ഫില്ലിങ്ങിനുള്ള ഒരു ഇത് മാത്രമാണ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഒരു 1 year കൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ പോകുന്നുള്ളതാണ്. പിന്നെ പ്രോബ്ലം വെച്ചാൽ ഇറ്റ് ഹാസ് ടു ബി റിപ്പീറ്റഡ്. പലപ്പോഴും 6 months അല്ലെങ്കിൽ എത്ര വാലിഡിറ്റി 10 months 1 year എത്രയെന്ന് വെച്ചാൽ അത് കഴിയുമ്പോഴേക്കും പിന്നെയും ചെയ്യേണ്ടി വരും. പിന്നെ ഫില്ലർ യൂഷ്വലി ഒരു കോസ്റ്റ്ലി അഫെയർ ആയിട്ട് വരും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. കാരണം 1 million അതെ, ഒരു ml തന്നെ ഇത്ര കോസ്റ്റ് വരുന്നുണ്ടാവും. അപ്പോൾ അത് റിക്വയർമെൻ്റ് അനുസരിച്ച് ഇപ്പോൾ ജോ ലൈനോ അങ്ങനെയുള്ളതിനൊക്കെയാണ് കുറച്ച് നല്ല വോളിയം വേണ്ടി വന്നേക്കും. 5 million എന്ന് പറയുമ്പോൾ ഒരു 1.5 lakhs ആവും. അതെ അതെ അതെ. അപ്പോൾ അത് ഓരോ 6 മാസം കൂടുമ്പോൾ ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഫീസിബിൾ ആയിരിക്കണം എന്നില്ല. പിന്നെ മൂന്നാമത്തെയാണ് പിന്നെ സാഗിങ്ങിന് നമുക്ക് വേറെ ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല. ടെമ്പററി ആയിട്ട് ഇപ്പോൾ എയർലി ഇതാണെങ്കിൽ ഒരു ടെമ്പററി ആക്ഷൻ ഒരു സൊല്യൂഷൻ മാത്രം മതി എന്നുണ്ടെങ്കിൽ ത്രെഡ് ലിഫ്റ്റ് വേണമെങ്കിൽ ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ യൂഷ്വലി അധികം പ്രിഫർ ചെയ്യുന്നില്ല. ബിക്കോസ് ഒരു ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് കിട്ടില്ല. ഇൻഫാക്ട് കുറച്ച് മാസങ്ങൾ കിട്ടിയാൽ അത്രേ ഉള്ളൂ. ചിലർക്ക് നല്ല തിക്ക് സ്കിന്നാണ്, ഹെവി സ്കിന്നാണെങ്കിൽ ത്രെഡ് ചെയ്താലും ചിലപ്പോൾ വലിയ വ്യത്യാസവും വരില്ല എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ത്രെഡ് ഇസ് ചില ആൾക്കാരിൽ ഒരു ഗുഡ് ഓപ്ഷനാണ്. ഫേസ് ലിഫ്റ്റ് ഡെഫിനറ്റീവ് എന്ന് പറയുമ്പോൾ ഫേസ് ലിഫ്റ്റ് തന്നെ. ഫേസ് ലിഫ്റ്റിൽ ബേസിക്കലി നമ്മുടെ ഫേസിൽ സ്കിന്നും അതേപോലെ തന്നെ സ്മാസ് എന്ന് പറയുന്ന മസ്കുലർ അപ്പനോട്ടിക് ലെയർ എന്ന് പറയുന്ന അതെല്ലാം ടൈറ്റൻ ചെയ്യുക എന്നുള്ളതാണ്. ബേസിക്കലി നമ്മുടെ ഫേസിന് ഇങ്ങനെ പൊക്കുന്ന ഒരു എഫക്റ്റ് വരും. സോ ഇത്രയും കുറേ നാളത്തെ ഗ്രാവിറ്റിയുടെ എഫക്റ്റ് കൊണ്ട് മൊത്തമായിട്ട് സാഗ് ചെയ്ത് പോയിട്ടുള്ള എല്ലാ ടിഷ്യൂസിനെ അത് എവിടെയായിരുന്നോ അതേ ഏരിയയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയി പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 10-15 years മുമ്പത്തെ ഒരു ലെവലിലേക്ക് നമുക്ക് നമ്മുടെ ഫേസിനെ എത്തിക്കാൻ പറ്റും. അപ്പോൾ ഫേസ് ലിഫ്റ്റ് മെയിൻലി ചെയ്യുന്നത് റീപൊസിഷനിങ് ആണ്. നമ്മുടെ എത്ര ഇടിഞ്ഞിട്ടുണ്ടോ അതിനെ മുകളിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. അപ്പോൾ തിരിച്ചു കൊണ്ടുപോകുന്നതിനോട് ചിലപ്പോൾ നമ്മുടെ ഫാറ്റ് മൈഗ്രേഷൻ നടന്ന ചില സ്ഥലങ്ങൾ, അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഫാറ്റ് ചിലപ്പോൾ ഇടിഞ്ഞ് ഇവിടെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ അത് ഫേസ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് പോകും. അപ്പോൾ ചിലപ്പോൾ ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ ലിഫ്റ്റ് ചെയ്യുമ്പോൾ. പക്ഷേ പലപ്പോഴും നമ്മൾ കമ്പൈനും ചെയ്യാറുണ്ട്. ഫേസ് ലിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് ഫാറ്റ് എക്സ്ട്രാ വേണമെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ അതായത് എ മൈനർ പ്രൊസീജിയർ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ആളും അയാളുടെ മുഖത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അനുസരിച്ചിട്ട് ചിലർക്ക് സായിങ് ആയിരിക്കും കൂടുതൽ, ചിലർക്ക് റിംഗ്ലിംഗ് ആയിരിക്കും കൂടുതൽ, ചിലർക്ക് ഫില്ലിംഗ് മാത്രം മതിയായിരിക്കാം. അതനുസരിച്ചിട്ടാണ് നമ്മൾ അവർക്ക് ആൻറ്റി ഏജിങ് ഓപ്ഷൻ കൊടുക്കുന്നത്. ഓരോരുത്തർക്ക് കസ്റ്റമൈസ് ചെയ്ത് അവർക്ക് എന്താണ് വേണ്ടതെന്ന് നോക്കിയിട്ട് ചെയ്യാൻ. അപ്പോൾ അടുത്തിടയ്ക്കായിട്ട് ഫേസ് ലിഫ്റ്റിൻ്റെ ചോദിച്ചു വരുന്ന ആൾക്കാരുടെ മീഡിയൻ ഏജും കുറയുന്നുണ്ട്. പണ്ടൊരു 50s 60s ഒക്കെ ആയിരുന്നു ഫേസ് ലിഫ്റ്റിന് ഐഡിയൽ കാൻഡിഡേറ്റ്സ് ആയിട്ട് മിക്കവാറും ആൾക്കാർ ചോദിച്ചു വരുന്നത് തന്നെ. ഇപ്പോൾ 40s ചിലപ്പോൾ 30s വരെ, എസ്പെഷ്യലി വെസ്റ്റേൺ പോപ്പുലേഷനിൽ ആക്ച്വലി യങ്ങർ ഏജിൽ വളരെയധികം പേര് ചെയ്യുന്നുണ്ടാവും. ഇന്ത്യൻ പോപ്പുലേഷനിൽ യൂഷ്വലി നമ്മുടെ ഒരു തിക്ക് സ്കിന്നൊക്കെ ആയതുകൊണ്ട് കുറവാണ്. പക്ഷേ മെയിൻലി ഫേസ് പ്രസൻറ്റേഷനുള്ള ആൾക്കാർ ലൈക്ക് ആക്ട്രസസ് ആൻഡ് TV പേഴ്സണാലിറ്റീസ് അവരൊക്കെ കുറച്ചും കൂടി പ്രൈം അവരുടെ മെയിൻ റോളൊക്കെ കുറച്ചും കൂടി റിറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇറ്റ് വിൽ ഹെൽപ്പ്. കുറച്ചും കൂടി ഒരു യൂത്ത്ഫുൾ അപ്പിയറൻസ് പ്രസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ വി മൈറ്റ് ആസ് വെൽ അവർക്കും ഓഫർ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. പക്ഷേ അത് ഐഡിയൽ കാൻഡിഡേറ്റ് ഈസ് എ പേഴ്സൺ ഹു ഇസ് ഇൻ ഹർ 40s 50s 60s ഉള്ള ആൾക്കാരിലാണ് ഏറ്റവും കൂടുതൽ ഡ്രമാറ്റിക് ചേഞ്ച് വരുന്നത്. കാരണം അത്രയും ഡിസെൻറ്റ് അത്രയും സായിങ് ഉണ്ടായിരിക്കും അവർ. അതുകൊണ്ട് തന്നെ റിസൾട്ട് അത്രയും ഡ്രമാറ്റിക് ആയിരിക്കും. ഏർലി വളരെ മിനിമൽ സായിങ് ഒക്കെ പ്രോബബ്ലി വോളിയം നമ്മൾ റീപോസ്റ്റിംഗ് ചെയ്യുമ്പോൾ തന്നെ ഫില്ലിങ്ങിലൂടെ തന്നെ കുറേയൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റിയേക്കും. അപ്പോൾ ഇതായിരുന്നു ഇൻ എ നട്ട്ഷെൽ ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ്സ്. പല ഓപ്ഷൻസ് ഉണ്ട്. സർജറി മാത്രമല്ല വേറെയും നോൺ സർജിക്കൽ ഓപ്ഷൻസും ഉണ്ട് ഇൻ മൈനർ കേസസ്. പക്ഷേ ഡെഫിനറ്റീവായിട്ട് വരുന്നത് സർജറി. നത്തിങ് കംസ് ക്ലോസ് ടു സർജിക്കൽ റിസൾട്ട്. പക്ഷേ എല്ലാവർക്കും എല്ലാം അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല, എല്ലാവർക്കും സർജറിയുടെ ആവശ്യമില്ല. അപ്പോൾ ഈ എൻഡ് സ്റ്റേജ് വരുമ്പോൾ വേറെ വഴിയില്ല എന്ന് വരുമ്പോഴാണ് നമ്മൾ സർജറിയിലേക്ക് യൂഷ്വലി സജസ്റ്റ് ചെയ്യുന്നത്. സർജറി ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ വെരി ഡ്രമാറ്റിക് ചേഞ്ച്. ഒരു കുറച്ച് ലോങ് ലാസ്റ്റിംഗ്, കുറച്ച് ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ അല്ല, ഇറ്റ്സ് മെനി വർഷങ്ങൾ ലാസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ആൻറ്റി ഏജിങ്. അപ്പോൾ അഗെയിൻ ഇറ്റ്സ് എ കസ്റ്റമൈസ്ഡ് തിങ്. നമ്മൾ ഓരോ പേഷ്യൻറ്റിനെ നോക്കി അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരോട് സംസാരിച്ച് ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്, എന്നാൽ ഇതൊക്കെയാണ് ലിമിറ്റേഷൻ. ഇപ്പോൾ ഒരു 50 വയസ്സുള്ള ആളെ കണ്ടാൽ വി കാൺ മേക്ക് ദം ലൈക്ക് ഒരു 25 year പോലെ ആക്കാൻ പറ്റില്ല. 15 years ഒക്കെ ആയിരിക്കും. 15 ഒരാൾ നമുക്കൊരു 35 to 40 ആ റേഞ്ചിലാണ് കൊണ്ടുവരാൻ പറ്റുന്നത്. അല്ലാണ്ട് അൺറിയലിസ്റ്റിക് ആയിട്ടും നമുക്ക് വി കാൺ പ്രോമിസ് ദം ദ മൂഡ്. അപ്പോൾ എല്ലാവരെയും നമ്മൾ നേരത്തെ കൗൺസിൽ ചെയ്തിട്ട് ഇങ്ങനെയാണ് എക്സ്പെക്റ്റേഷൻസ് മാച്ച് ചെയ്തിട്ട് നമ്മൾ
സർജറിയിലേക്ക് പോകാറുള്ളൂ. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് എ വെരി റിവാർഡിങ് പ്രൊസീജിയർ. നല്ലൊരു ഡ്രാമാറ്റിക് ചേഞ്ച്. നമ്മുടെ വീഡിയോസ് കണ്ടു കാണും, ഫേസ് ലിഫ്റ്റ് വീഡിയോസ് ദാറ്റ് വി ഡിഡ്. പേഷ്യൻസ് തന്നെ ഇങ്ങോട്ട് ടെസ്റ്റിമോണിയൽ വീഡിയോ അയച്ച നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. സോ യെസ്, ഇറ്റ് ഈസ് എ വെരി യൂസ്ഫുൾ തിങ്, ബട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഷ്യൻറ്റ് സെലക്ഷൻ.